ഇപ്പോൾ എം സ്വരാജിന്റെ ഭാര്യയ്ക്ക് 19 വർഷത്തിന് ശേഷം മേഴ്സി ചാൻസിലൂടെ PhD തീസിസ് സബ്മിറ്റ് ചെയ്യാനുള്ള അവകാശം കിട്ടിയില്ലേ? അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ, ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടെന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അതും ചെറുത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ മെറിറ്റ് തകർക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ശ്രമവും ഒരാളുടെ പക്ഷത്തു നിന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന് ശ്രമിക്കേണ്ടത് കേരളത്തിലെ സർക്കാരല്ലേ? ഇപ്പൊ RSSകാരനായിട്ടുള്ള ഗവർണറുടെ നേതൃത്വത്തിലുള്ള തോന്നിവാസം നടക്കുമ്പോൾ എന്നാ പിന്നെ ഞങ്ങൾ സഖാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു തോന്നിവാസം അതിന് പ്രതിവിധി ഒരു അവ്യക്തതയിൽ നിർത്തണ്ട. എനിക്ക് ജിൻഡോയുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. പ്രോജക്റ്റിൽ പരാജയപ്പെട്ട KSU നേതാവിനാണ് ഈ മാർക്ക് ദാനം എന്ന് പറയുന്ന വിവാദം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുന്നത്. ആളുടെ പേരുൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടവരും ഇന്റേണൽ വിജയിക്കാതെ ബിരുദം പൂർത്തിയാക്കാൻ കഴിയാത്തവരുമായ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതേ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സർവകലാശാലയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് പ്രോജക്റ്റിൽ തോറ്റ പാലക്കാട് വിക്ടോറിയ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ജംഷിയ ഷെറിനെ VC അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഇടപെടലിലൂടെയാണ് വിജയിപ്പിച്ചിരിക്കുന്നത്. പരാജയപ്പെട്ട പ്രോജക്റ്റ് പേപ്പർ വൈസ് ചാൻസലർ തീരുമാനിച്ച 2 അധ്യാപകരെ കൊണ്ട് പുനർമൂല്യനിർണ്ണയം നടത്തിച്ചു. സർവകലാശാലയുടെ പരീക്ഷാ നിയമപ്രകാരം അങ്ങനെ പ്രോജക്റ്റിന് പുനർമൂല്യനിർണ്ണയം ഉള്ളതല്ല. എന്നിട്ട് അതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ കോൺഗ്രസിൻ്റെ അനുകൂല അധ്യാപക സംഘടനാ നേതാവായിരുന്ന ഡോക്ടർ P. രവീന്ദ്രൻ ഇങ്ങനൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇത് ജിൻഡോയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇത് അവാസ്തവമാണോ അല്ലയോ? അല്ല, വേണു ഈ പറഞ്ഞ വിഷയത്തെ കുറിച്ചിട്ട് ഇതിന്റെ ഇൻഡെപ്ത് ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയില്ല. വേണു പറഞ്ഞത് ശരിയായിരിക്കും എന്നുള്ള ധാരണയിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയാം. KSUക്കാർക്കല്ല ആർക്കും അനധികൃതമായിട്ട് കേരളത്തിലെ ഒരു സർവകലാശാലയിലും ഞങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലുള്ള പിൻവാതിൽ ഇടപെടലും വേണ്ട. ഇനി KSUക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചട്ടവിരുദ്ധമാണെങ്കിൽ നടപടി സ്വീകരിക്കണം. അതിന് ഒരു തർക്കവും ഞങ്ങൾക്കില്ലെന്നേ. ഞങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെടട്ടെ, വകുപ്പ് ഇടപെട്ടെ, പരിശോധിക്കണം. ഇത് നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ കാണുന്നു? ഇത് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സംശയം ഇപ്പോ ഒരു സെക്കൻഡ്, ഗവർണറും സർക്കാരുമായി ഒത്തുകളിക്കുന്നു എന്നതാണല്ലോ എപ്പോഴും നിങ്ങളുടെ വാദത്തിന്റെ ഒരു അടിസ്ഥാനം, അതിന്റെ ഒരു ആധാരശില എന്ന് പറയുന്ന യുക്തി അതാണല്ലോ. അങ്ങനെയെങ്കിൽ രവീന്ദ്രനും ഗവർണറുമായി എന്ത് കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റിന് ഈ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പുനർനിർണയവും പുനർമൂല്യനിർണയവും വിജയിക്കലും ഒക്കെ സാധ്യമാകുന്നത്? അല്ല, എനിക്ക് വേണു പറയുന്നതേ, ഞാൻ പറഞ്ഞില്ലേ, വേണു പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് അതിലൊരു കാര്യം പറഞ്ഞു. എനിക്ക് ഇൻഡെപ്ത് ഡീറ്റെയിൽ വേണു പറഞ്ഞ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ചിട്ട് അറിയില്ല.